നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. കർത്താവിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം നിർമ്മലനായിരിക്കണം എന്നുള്ള കാര്യം എനിക്ക് ആ ഒരു കുമ്പസാരത്തിന് ശേഷം കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. എൻ്റെ പങ്കാളിന്ന് എനിക്ക് മാതാവ് കൊണ്ടേ തരുമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നടക്കൂല എന്ന് പറഞ്ഞ കല്യാണം പിന്നെയും വന്നു. എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ എനിക്ക് തന്നു. മാതാവായിട്ട് കൊണ്ടുതന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും അവിടുന്ന് ഒരുമിപ്പിച്ചത്. അത് ഞങ്ങൾക്ക് നല്ല ഉറച്ച ബോധ്യമുണ്ട്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് അജിത്ത് ജോയ്. ഇതെൻ്റെ വൈഫ് ജോസ്ന ജോൺ. പാലായാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ രണ്ടുപേരും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ്. ഞാൻ ഇൻഫോ പാർക്കിലും ജോസ്ന ടെക്നോ പാർക്കിലും വർക്ക് ചെയ്യുന്നു. ജീസസ് യൂത്ത് പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ ഇൻഫോ പാർക്കിലെ കോർഡിനേറ്ററാണ് ഞാനിപ്പോൾ. അതേപോലെ തന്നെ ജോസ്നയും ടെക്നോ പാർക്ക് മ്യൂസിക് മിനിസ്ട്രിയുടെ ഒരു പാർട്ടാണ്. ഞാനൊരു +2 വരെ നമ്മുടെ സൺഡേ സ്കൂളൊക്കെ നടക്കുന്ന സമയം സൺഡേ സ്കൂളിലൊക്കെ പോകും. ആ സമയത്തൊക്കെ ഞാൻ നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു ദൈവവിശ്വാസി എന്ന് തന്നെ ഞാൻ പറയാം. പള്ളിയിലൊക്കെ എല്ലാ ദിവസവും നല്ല സാധിക്കുന്ന എല്ലാ ദിവസങ്ങളും തന്നെ പള്ളിയിലൊക്കെ പോകും. സ്കൂളിൽ ജീസസ് യൂത്ത് തുടങ്ങാനൊക്കെ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുത്തത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. പിന്നെ എപ്പോഴാണ് അജിത്ത് ആ ഒരു വഴിയിൽ നിന്ന് മാറിപ്പോയത്, എങ്ങനെയാണ് ഈശോ അജിത്തിനെ തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെയാണ് ഞാനിന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. നമ്മളുടെ ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും ഒരു യൂ ടേൺ ഉണ്ടാവും. അങ്ങനെ ഒരു യൂ ടേൺ സംഭവിച്ചതാണ്. അതായത് +2 കഴിഞ്ഞു, നമ്മൾ ഫ്രീ ആയി, നമ്മളെ നോക്കാൻ നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പേരൻസിൻ്റെ ഒരു ഡയറക്റ്റ് കൺട്രോളോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കോളേജിൽ പഠിക്കാനൊക്കെ പോയി. കോളേജുകളിൽ ചില കൂട്ടുകെട്ടുകളൊക്കെ വന്നു. പതിയെ പല ദുശീലങ്ങൾക്കും ഒക്കെ അടിമയായി. ഞാൻ ഒരു കോളേജ് തീർന്നു. ഞാൻ 2017 എൻ്റെ ജോബ് ആക്റ്റീവ്ലി ആകുന്നത്. അപ്പം ആ സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ഒരു ദുശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു വേസ്റ്റ് സ്റ്റേജിൽ ഒക്കെ പോയിരുന്നൊരു സമയമായിരുന്നു. പള്ളിയിൽ പോകത്തില്ല. കുമ്പസാരം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും മറ്റുള്ളവരോട് തർക്കിക്കുമായിരുന്നു. എന്തിനാണ് നമ്മളിങ്ങനെ കുമ്പസാരിക്കുന്നത്? കാരണം കുമ്പസാരം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയണം. എങ്കിൽ പിന്നെ നമുക്ക് ദൈവത്തോട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈശോയോട് ഡയറക്റ്റ് നമ്മുടെ പാപങ്ങൾ പറഞ്ഞാൽ പോരെ. അങ്ങനെയൊക്കെ ഞാൻ തർക്കിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഏകദേശം ഒരു 2017 2019 ഒക്കെ കാലഘട്ടങ്ങളായപ്പം ഈ എൻ്റെ ഒരു ദുശീലം ഭയങ്കരമായിട്ടുള്ളൊരു പീക്കിലെത്തി. അപ്പോൾ ആ പീക്കിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമ്മുടെ ഇതിൽ നിന്ന് പോകും. അപ്പം അതിനോടനുബന്ധിച്ച് വേറെ കാര്യങ്ങളിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകും. അതായത് നമുക്കൊരു സന്തോഷം കണ്ടെത്തണം. എല്ലാത്തിനും നമ്മൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി, മനസ്സിനൊരു സന്തോഷം കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും ഞാൻ പോയി തുടങ്ങി. പക്ഷേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും സമാധാനമോ ഒരു ആശ്വാസമോ, എൻ്റെ മനസ്സിനൊരു ആശ്വാസമോ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ മര്യാദയ്ക്കൊന്ന് ചിരിക്കുകയോ അങ്ങനെ പോലും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ആ ഒരിടയ്ക്ക് ഞങ്ങളുടെ ഇടവകയിലോട്ടൊരു പുതിയൊരു വികാരിയച്ഛൻ വന്നു. ജോർജ് കാവുംപുറം അച്ഛൻ ആണ്. അപ്പം ആ അച്ഛനും ഞാനുമായിട്ട് പെട്ടെന്ന് കമ്പനിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, ഞാനും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ആളാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അച്ഛനുമായിട്ട് ഇങ്ങനെ കമ്പനിയായി കഴിഞ്ഞപ്പോഴേക്കും പതിയെ അച്ഛൻ
എൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു ദിവസം അച്ഛൻ എന്നെ പള്ളിമടയിലേക്ക് വിളിച്ചു. അപ്പം ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം അച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് എന്താണ് ബുദ്ധിമുട്ട് ഉള്ളത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, നീ ഒന്ന് കുമ്പസാരിക്ക് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അച്ഛനോട് എൻ്റെ ആ ഒരു യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് എന്തിനു കുമ്പസാരിക്കുന്നു, അതും ഒരു അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലല്ലോ എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത്. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിച്ച് വെച്ചിട്ട് ഭരണങ്ങാനത്ത് എപ്പോഴും കുമ്പസാരം ഉണ്ടല്ലോ, അപ്പം എന്നാൽ അവിടെ പോയി ഒന്ന് കുമ്പസാരിക്ക് എന്ന് പറഞ്ഞു. ശരി, അച്ഛൻ പറഞ്ഞതല്ലേ, എന്നാൽ ഒന്ന് പോയി ചെയ്തേക്കാം. അങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ പോയി ചെയ്തു. ചെയ്യുന്ന നമ്മുടെയൊക്കെ ഒരു ടിപ്പിക്കൽ, അതായത് എൻ്റെ ഒരു ആ സമയത്ത് ടിപ്പിക്കൽ കുമ്പസാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ലുക, ഒരു 1-2 മിനിറ്റിനുള്ളിൽ ഇറങ്ങിപ്പോരുക, അതായിരുന്നു എൻ്റെ ഒരു കുമ്പസാരം. അപ്പം ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞ് വെച്ചിട്ട് അച്ഛനെ പോയി കണ്ടു. അച്ഛനോട് ചോദിച്ചു, നീ കുമ്പസാരിച്ചോ എന്ന് ചോദിച്ചു. പറഞ്ഞു കുമ്പസാരിച്ചു എന്ന് പറഞ്ഞു. എന്തെങ്കിലും തോന്നിയോ എന്ന് പറഞ്ഞു. എനിക്കൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. നീ ശരിക്കുമാണോ കുമ്പസാരിച്ചെന്ന് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞു. അപ്പം എത്ര സമയം ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് അത്രയും പോലും എടുത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ നീ ശരിക്കും ഒന്നും കുമ്പസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം പിന്നെ അച്ഛനും ഞാനുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു. അപ്പം ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ചോദിച്ചു, അച്ഛാ എനിക്ക് അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, അച്ഛാ എനിക്ക് കുമ്പസാരിക്കാൻ അറിയത്തില്ല, ശരിക്കും കുമ്പസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അച്ഛനൻ മറ്റേ കുമ്പസാരത്തിനുള്ള ഒരു സഹായിയുടെ ഒരു ബുക്കുണ്ട്, ആ ബുക്ക് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, നീ പോയി വീട്ടിൽ പോയി അതും ബൈബിളും ഒക്കെ ഒന്ന് തുറന്നു വെച്ച് പാപങ്ങൾ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരുങ്ങിപ്പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു. ശരിക്കും ഞാനത് അന്ന് പോയി ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാനതിങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്ത് ഈ ബുക്ക് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പാപങ്ങൾ ഞാൻ എഴുതി അത് തീരുന്നില്ല. കുറച്ച് ഇതുണ്ട്, കുറച്ച് പേപ്പർ അധികം ഉണ്ടായിരുന്നു. അന്നേരം അച്ഛൻ എന്നോട്, ഞാൻ പിന്നെ പിറ്റേ ദിവസം ചെന്ന് അച്ഛനെ കണ്ടു. അച്ഛ എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ ഇപ്പം നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, നീ പോയി കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലൊരു ഒരു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വന്നു. ഞാൻ ഈ പാപങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ തന്നെ നമ്മുടെ ഇടവകയിലെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പിന്നെ എങ്ങനെയായിരിക്കും എന്നെ കാണുക എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നാൽ ഞാൻ പോയി ഭരണങ്ങാനത്ത് പോയി കുമ്പസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭരണങ്ങാനത്ത് പോയി കുമ്പസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുമ്പസാരത്തിനിടയ്ക്ക് ഞാൻ കരയുന്നത്. അതായത് എൻ്റെ ഒരു കുമ്പസാരം 2.5-3 മണിക്കൂർ വരെ നീണ്ടുപോയി. ഇത്രയും സമയവും ഞാൻ കരയുകയായിരുന്നു, അച്ഛൻ്റെ അടുത്ത് ഞാൻ കരയായിരുന്നു. ശരിക്കും ഞാൻ അന്നേരം ഒരു അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. അതായത് ഞാനിങ്ങനെ ഓരോ പാപങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറയുമ്പം എൻ്റെ മനസ്സിൽ നിന്ന് ഓരോ, അതായത് എത്രയോ 5 കിലോയോ 10 കിലോ ഇങ്ങനെ ഭാരം ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത്. അതായത് ഞാൻ അതുവരെ എൻ്റെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭാരത്തിൽ പെട്ട് കിടക്കുന്ന ഒരു മനസ്സായിരുന്നു. ആ കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഭയങ്കര ഫ്രീ ആയി, ഭയങ്കര സന്തോഷമായി, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. ഞാൻ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഓടിച്ചെന്നു അച്ഛൻ്റെ അടുത്തുനിന്ന്. കാരണം അച്ഛനാണല്ലോ എന്നോട് നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കാനൊക്കെ ഞാൻ പറഞ്ഞു. ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നോട് ഫസ്റ്റ് ഇങ്ങനെ ചോദിച്ചാൽ, ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതായത് ഞാൻ ഇന്നേ വരെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ, അതായത് എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ ആ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പോലും എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷമാണ് എനിക്ക് ഈ കുമ്പസാരത്തിലൂടെ എനിക്ക് കിട്ടിയത്. ശരിക്കും അന്നേരം അച്ഛൻ പറഞ്ഞു, ഈ ഒരു അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സഹായിച്ചത് എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അന്നേരം ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറഞ്ഞു, അതായത് നീ ഇപ്പം കുമ്പസാരിച്ച് ഒരുങ്ങി, നിൻ്റെ മനസ്സ് നല്ല ശാന്തമാണ്, ഇനിയാണ് നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്നാ, അതായത് നമ്മൾ ഒരു മുറി അടിച്ച് വൃത്തിയാക്കിയിട്ടു, അപ്പം അതിലേക്ക് കൂടുതൽ ചീത്ത കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിനെ
മാറ്റിമറിച്ച്, അതായത് ലോകത്ത് ഒരു കാര്യത്തിലും, അതായത് നിങ്ങൾ ആശ്രയിക്കുന്ന എന്ത് കാര്യം, അതായത് നിങ്ങളുടെ ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫേവററ്റ് കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്താ ആശ്രയിക്കുന്നത് മദ്യപാനത്തെയോ പുകവലിയോ എന്തും ആയിക്കോട്ടെ, പക്ഷെ അതിനൊന്നും തരാൻ പറ്റാത്ത ഒരു സന്തോഷം, ഒരു ആത്മീയ അനുഭൂതി, അത് തരാൻ കർത്താവിന് മാത്രമേ, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയ ആ കൂദാശകളിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് അന്ന് ആ ഒരു കുമ്പസാരത്തിലൂടെ എനിക്ക് കിട്ടിയത്. കർത്താവിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം നിർമ്മലനായിരിക്കണം എന്നുള്ള കാര്യം എനിക്ക് ആ ഒരു കുമ്പസാരത്തിന് ശേഷം കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഞാൻ ശരിക്കും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങിയത് തന്നെ എൻ്റെ പപ്പയെ പേടിച്ചാണ്. അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ലേറ്റായി എണീക്കാൻ തുടങ്ങി. അപ്പോൾ പപ്പ എന്നെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, നീ പള്ളിയിൽ പോയിട്ട് വീട്ടിലേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് പാടാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ പാട്ട് പാടാൻ കൊയർ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കും, പാട്ട് പാടാൻ ശ്രമിക്കും. പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കുർബാനകൾക്ക് പോകാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്കതൊരു ആ ഒരു കുർബാനയിൽ ആ പാടുന്ന സമയത്ത് എനിക്കെന്തോ ഒരു അനുഭവം പോലെ, എനിക്കെന്തോ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ കുർബാനകളിൽ പോകുന്നത്. അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഞാൻ സാധിക്കുന്ന സമയത്തൊക്കെ പള്ളിയിൽ പോവും, കൊയറിന് പോകും. പിന്നെ കോളേജ് കഴിഞ്ഞ് ജോലി കിട്ടണ സമയമായപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അത് ഡൽഹിയിലായിരുന്നു. അങ്ങനെ അവിടെ എന്നെ പോകാൻ പറ്റാണ്ട് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കിവിടെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോബ്, ഒരു പൂള് ആയിരുന്നു. അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ അവിടെ എക്സാം ആയിരുന്നു ഫസ്റ്റ്. എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു നമുക്ക് റിസൾട്ട് നോക്കിയിട്ട് പോവാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടില്ല, അത് റിസൾട്ട് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു നീ ഒന്ന് വാ, ജസ്റ്റ് ഞങ്ങളുടെ കൂടെ നിങ്ങൾ കയറി വാ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കി. അപ്പോഴും ഞാനത് ആലോചിക്കുന്നില്ല, എൻ്റെ പേര് അവിടെ വിളിച്ചിട്ടും ഞാൻ അത് കേൾക്കുന്നില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെയാണ് വിളിക്കുന്നത്, പിന്നെ പേരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ആണ് അടുത്തത്, നെക്സ്റ്റ് ലെവൽ ഇൻ്റർവ്യൂവിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പിന്നെ അപ്പം എന്നാൽ ആ കയറുന്ന ആ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും നോക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് ഞാനിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു അടുത്ത ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു കൊന്ത ഉണ്ടായിരുന്നു. കൊന്ത എടുത്തിട്ട് പറഞ്ഞു നീയും കൂടെ എൻ്റെ കൂടെ വന്നേക്കണേന്ന് മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവിടെ ചെന്നപ്പോഴും ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ ടെക്നിക്കലാണ് കഴിഞ്ഞ് വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, HR ലെവൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. HR ലെവലും കൂടെ കേട്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെയും ഇൻ്റർവ്യൂസ് ആണല്ലോ, അപ്പം എന്താണ് എനിക്ക് അറിയത്തില്ല, അവരെന്താ ചോദിക്കാൻ പോകണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇൻ്റർവ്യൂ കയറി. അത് കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂസ് എല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് എല്ലാം അന്ന് വൈകുന്നേരം തന്നെ വന്നിരുന്നു. പക്ഷെ ഞാൻ മെയിൽ നോക്കിയില്ല, ഞാൻ അത് അറിഞ്ഞില്ല, എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല. അപ്പം ഞാനത് അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കോളേജിൽ ചെന്നപ്പോഴാണ് എൻ്റെ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞത് കൺഗ്രാറ്റ്സ് ജോലി കിട്ടിയില്ലോ എന്ന് പറഞ്ഞത്. അപ്പോഴേ ചോദിച്ചു എവിടെ എങ്ങനെ. അങ്ങനെയാണ് ഞാൻ മെയിൽ എടുത്ത് നോക്കുന്നതും നവംബറിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ആ ഡീറ്റെയിൽസ് ഞാൻ അറിയുന്നത്. ശരിക്കും എനിക്ക് ആ ജോലി തന്നത് എൻ്റെ മാതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെയാണ് ഞാൻ ടെക്നോ പാർക്കിലേക്ക് മാറുന്നത്. ഇവിടെ ലിയാറ്റിൽ ഒരു പള്ളിയുണ്ട്, അവിടെ പിന്നെ എല്ലാ ഞായറാഴ്ചയും അവിടുത്തെ കൊയറിൽ പാടാനായിട്ട് പോയി തുടങ്ങി. പിന്നെ അങ്ങനെയാണ് ഞാൻ ടെക്നോ പാർക്കിലേക്ക് ജീസസ് യൂത്തിലേക്ക് വരുന്നതും അതിൻ്റെ മ്യൂസിക് മിനിസ്ട്രിയിലേക്ക് വരുന്നതും പിന്നെ അവരുടെ ഓരോ
പരിപാടികളിലും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്ന സമയത്തൊക്കെ പോകുന്നതും. അങ്ങനെ പോകുന്ന സമയത്താണ് വീട്ടിൽ ആലോചനകളൊക്കെ വരുന്നത്. കല്യാണ ആലോചനകളൊക്കെ വന്നു, കുറേ കണ്ടു, എന്നിട്ടും നോക്കി ശരിയാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കല്യാണാലോചന വരുന്നത്. അങ്ങനെ നമ്മുടെ കല്യാണം ആലോചിച്ചു, ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എടുത്ത ഡേറ്റിൽ ഉറപ്പിച്ച എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ താബൂറിലൊക്കെ പോയായിരുന്നു. അവിടുത്തെ അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ എൻ്റെ അടുത്ത് മാതാവിനോട് കൊന്ത ചെല്ലിയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞേ. എന്നിട്ട് ഞാൻ കൊന്ത ചെല്ലാൻ ആരംഭിച്ചു. എൻ്റെ വീട്ടിലെ അമ്മയാണെങ്കിലും കൊന്ത ചെല്ലാൻ ആരംഭിച്ചു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കല്യാണം നടത്തി ഒരു പ്രശ്നമില്ല, നടത്തി തരുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം എൻ്റെ പങ്കാളിന്ന് എനിക്ക് മാതാവ് കൊണ്ടേ തരുമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡയറി ഉണ്ട്, അപ്പോൾ ഡയറിയിൽ എനിക്ക് എഴുതി വയ്ക്കും, എൻ്റെ ആളെ നിനക്കറിയാം, നീ എനിക്ക് കൊണ്ടേ തരണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ആ കല്യാണം പിന്നെയും വന്നു. അത് വേണ്ട, നടക്കൂല എന്ന് പറഞ്ഞ ആ കല്യാണം പിന്നെയും വന്നു. മാതാവായിട്ട് കൊണ്ടെത്തുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് കല്യാണത്തിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം മാതാവ് മാറ്റി തന്നു. എനിക്ക് പറ്റിയ ഒരാളെ, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ എനിക്ക് തന്നു. അതിന് ഞാൻ ഈശോയോട് നന്ദി പറയുന്നു. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ എനിക്ക് എൻ്റെ മാതാവ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ഈ സമയത്ത് ഞാൻ എൻ്റെ ഒരു പാട്ടും കൂടെ പാടുകയാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. അന്ന് ആ കുമ്പസാരത്തിലൂടെ ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈശോയ്ക്ക് ഞാൻ എത്രമാത്രം വിലപ്പെട്ടവനാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് അന്ന് കിട്ടിയത്. പിന്നെ അതിനുശേഷം എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന, അതായത് എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് പീഡ സഹിച്ച് മരിച്ച ആ യേശുവിനെ ഞാൻ എങ്ങനെ സമർപ്പിക്കാം. അതായത് എൻ്റെ ജോലി മേഖലയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷകനാകാം എന്നിങ്ങനെ ഞാനൊരു ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഫോ പാർക്കിലാണല്ലോ. അപ്പം ജീസസ് യൂത്ത് ഇൻഫോ പാർക്കിൻ്റെ ഒരു പേജ് ഞാനിങ്ങനെ കാണുന്നത്. ഞാൻ ഒരു +2 വരെ ഞാൻ ഈ ജീസസ് യൂത്തുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ നടന്നിരുന്ന ആളാണ്. എനിക്ക് എന്തോ ഒരു ഇത് തോന്നി, അതായത് ചിലപ്പം എന്നെ ദൈവം കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു വഴിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ പേജിലൂടെ ഇങ്ങനെ നോക്കി. അപ്പം എനിക്ക് ആരുടെ നമ്പരൊന്നും കണ്ടില്ല. അപ്പം ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാൻ അതിൻ്റെ അകത്തത്തെ മെസ്സേജിൻ്റെ ടാബിൻ്റെ അകത്ത് കയറിയിട്ട്
ഞാനിങ്ങനെ എൻ്റെ ഇൻട്രസ്റ്റ് അയച്ചു. അതായത് എനിക്ക് ജീസസ് യൂത്തിൽ ഇൻഫോ പാർക്കിൽ വരണം, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇതൊക്കെ ചോദിച്ച് ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു നമുക്ക് കോവിഡിൻ്റെ ആ ഒരു മഹാമാരിയൊക്കെ വന്നതും അങ്ങനെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ വരുന്നത്. പിന്നെ ആ സമയത്ത് അറിയില്ല, നമുക്ക് കുർബാന എല്ലാം ഓൺലൈനായിട്ടായിരുന്നു. അപ്പോൾ ഓൺലൈനൊക്കെ ഇരുന്ന് കുർബാനയൊക്കെ കാണേണ്ട ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു 2021 നവംബറൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കമ്പനി, ഞങ്ങളുടെ കമ്പനി ഞങ്ങളെ തിരിച്ച് വർക്ക് ഫ്രം ഓഫീസിലേക്ക് തിരികെ കൊണ്ടുവന്നു. അപ്പോഴും ഞാനിങ്ങനെ അന്വേഷിച്ചു, ഈ ഇൻഫോ പാർക്കിൽ ഇങ്ങനെ ആക്റ്റീവ് പ്രെയർ ഗ്രൂപ്പ് മിനിസ്ട്രി ഉണ്ടോ, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെയാണ് എന്നെ അന്നത്തെ കോർഡിനേറ്റർ ആയിട്ടുള്ള ബെഞ്ചേട്ടൻ എന്നെ ഫോണിൽ വിളിക്കുന്നത്. അതായത് ഇന്ന പോലെ ഇപ്പം നമ്മൾ പ്രെയർ ഗ്യാതറിംഗ് എല്ലാം ഓൺലൈനാണ്, ഓഫ്ലൈൻ ആയിട്ടില്ല, അപ്പോൾ അതിലൊക്കെ വരണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പതിയെ എന്നെ ജീസസ് യൂത്ത് ഇൻഫോ പാർക്കിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ പ്രെയർ ഗ്രൂപ്പിലേക്കൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ട് കൂടി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ഒരു 2022 മാർച്ച് മാസം ആണെന്ന് തോന്നുന്നു, മാർച്ച് മാസം നമ്മുടെ നോമ്പിനോടനുബന്ധിച്ചൊരു ഒരു നോമ്പുകാല ധ്യാനം നടത്താനായിട്ട് ജീസസ് യൂത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ ബെഞ്ചേട്ടൻ എന്നെ വിളിച്ചു. അതായത് നമ്മൾ ധ്യാനം നടത്തുന്നുണ്ട്, അപ്പോൾ ആ ധ്യാനത്തിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് നിന്നെയാണ് തീരുമാനിക്കുന്നത്, അപ്പോൾ നീ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഞാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് ഇവിടെയുള്ള ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒരു കോണ്ടാക്റ്റ് പോലും എനിക്കില്ല, അപ്പം ഞാനിതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യും എന്ന് ഇങ്ങനെ പറഞ്ഞു. ബെഞ്ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ദൈവം നിന്നെ സഹായിക്കും, തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ സഹായിച്ചോളും എന്നിങ്ങനെ പറഞ്ഞു. തമ്പുരാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, അതായത് നീ അത് ചെയ്തോ, ബാക്കി ഞാനൊരു ഫുൾ സപ്പോർട്ടുണ്ട് എന്നുള്ള രീതിയിൽ എനിക്കൊരു മെസ്സേജ് കിട്ടി. അങ്ങനെ ഞാൻ ആ ഒരു ധ്യാനത്തിൻ്റെ ഒരു കോർഡിനേറ്റർഷിപ്പ് ഇങ്ങനെ ഏറ്റെടുത്തു. ദൈവകൃപയാലെല്ലാം നന്നായിട്ട് പോയി. അതിനുശേഷം ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസമാണ് ഈ ജീസസ് യൂത്ത് ഇൻഫോ പാർക്ക് 2022-24 കാലഘട്ടത്തിലേക്കുള്ള കോർ ടീമിൻ്റെ അനോയിൻറ്റിങ് നടന്നത്. അപ്പം ആ അനോയിൻറ്റിങ്ങിൽ എന്നെയും കോർ ടീമിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നെ കർത്താവ് ഉയർത്തി. അങ്ങനെയാണ് ഞാൻ ജീസസ് യൂത്ത് ഇൻഫോ പാർക്കിൻ്റെ ഇതിലേക്ക് വന്നതും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ ആരംഭിച്ചു. ഈശോ ഞങ്ങളെ ഒരുമിപ്പിച്ചത് വെറുതെ അല്ല എന്നുള്ളൊരു ഉറച്ചൊരു ബോധ്യമുണ്ട്. കാരണം കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും അവിടുന്ന് ഒരുമിപ്പിച്ചത്. അത് ഞങ്ങൾക്ക് നല്ല ഉറച്ച ബോധ്യമുണ്ട്. ഞങ്ങളായിരിക്കുന്ന മിനിസ്ട്രിയിൽ, ഞങ്ങളുടെ ജോലി മേഖലയിൽ നിന്നുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഈശോ ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പരിപാടികൾ അല്ലെങ്കിൽ ഓരോ ഇനിഷ്യേറ്റീവ്സൊക്കെ ചെയ്യുമ്പം അതിൽ പങ്കെടുത്ത ആൾക്കാരുടെയൊക്കെ ഒരു ടെസ്റ്റിമോണീസോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഷെയറിംഗ് ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചതല്ല. കാരണം നമ്മളിലൂടെ കർത്താവ് എങ്ങനെയാണ് കർത്താവ് ബാക്കിയുള്ളവരിലേക്ക് സ്പർശിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ യൂസ് ചെയ്യുകയാണ് കർത്താവ്, ഒരു മെഷീനായിട്ട് ഞങ്ങളെ യൂസ് ചെയ്യണം. അതായത് എനിക്ക് ആ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിനെ വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ ഞാൻ ഉപയോഗിക്കുവാണ്, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കോളുണ്ട്. ആ ഒരു കോളിൽ എത്ര ശതമാനം വിശ്വസ്തയോടെ നിൽക്കാവോ, 100% നീതിയോടുകൂടെ പുലർത്താൻ പറ്റുമോ, അതിൻ്റെ അത്രയും. പക്ഷെ ഇതെല്ലാം ദൈവകൃപയാലേ ഞങ്ങൾക്കത് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഞങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും കർത്താവിന് വേണ്ടിയിട്ട് എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് അവിടുത്തെ ഹിതം പോലെ ഞങ്ങൾക്കത് ചെയ്യുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ അതെല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാനും ദൈവേഷ്ടപ്രകാരം പൂർത്തിയാക്കുവാനും വേണ്ടിയിട്ട് ഞങ്ങൾ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു.
സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി.